ഹായ് ഗായ്സ്, ഒരു സൺഡേ കിട്ടിയപ്പോഴത്തേക്ക് ഞാനും ഫ്രണ്ട്സും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ആദ്യം തന്നെ കഴിക്കാൻ അങ്ങ് തുടങ്ങി. കുറച്ച് ഫുഡൊക്കെ മേടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി, പക്ഷേ അപ്പുറത്തെ സ്റ്റോപ്പായിപ്പോയി. അങ്ങനെ അവളുമാർ സ്റ്റോപ്പ് പോലും അറിയത്തില്ലെന്നും പറഞ്ഞ് കളിയാക്കുന്ന രംഗമാണിത്. എൻ എച്ച് ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴയും കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് ഓരോരുത്തരെ കുറ്റം പറഞ്ഞ് കുശുമ്പും കുന്നായ്മയും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. ആ രംഗമാണത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നേഹം വന്നിട്ട് ഇങ്ങനെ നെഞ്ചുമ്പത്തിലൊക്കെ വെച്ചിട്ട് ബബിൾസൊക്കെ ഉണ്ടാക്കി അവളുമാരെ കാണിച്ചു കൊടുക്കുമായിരുന്നു. അത് സ്നേഹയുടെ സൈക്കിൾ കണ്ടപ്പോഴത്തേന് സൊൾട്ട ആളാകെ മാറിപ്പോയി ഗൈസ്. സൊൾട്ട അതും കൊണ്ട് ഇപ്പം മതിലിടിക്കും എന്നും പറഞ്ഞ് ചവിട്ടി ലോഡ് വെക്കാനൊക്കെ പഠിച്ചു ഗൈസ്. ആദ്യമായിട്ട് കണ്ട് അമ്മുവിനെ ലോഡ് ഇരുത്തി. പിന്നെ സൈക്കിൾ അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും വന്ന് കുറേ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് വിശപ്പ് തുടങ്ങി. അങ്ങനെ പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. അപ്പം അമ്മയും സൊൾട്ടും കൂടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. സൊൾട്ടിന് ബിരിയാണിയൊക്കെ നല്ല എക്സ്പേർട്ട് ആയതുകൊണ്ട് തന്നെ അമ്മയെ സഹായിക്കുമായിരുന്നു സൊൾട്ട്. അമ്മയ്ക്ക് അറിയാത്ത കാര്യങ്ങളും കൂടി പറഞ്ഞ് അങ്ങനെ അമ്മയും സൊൾട്ടും കൂടെ ആയിരുന്നു പാചകം ഇത്രയും ഉച്ചയ്ക്കത്തെ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ചോലേപ്പാടത്ത് പോകാൻ വേണ്ടി ഇറങ്ങി ഗൈസ്. അങ്ങനെ കുറച്ചങ്ങോട്ട് ആയപ്പോൾ തന്നെ സൂസി ഉണ്ടായിരുന്നു. സൂസി പിന്നെ കുറച്ച് ദൂരം വരെ വരത്തുള്ളൂ. അവളും കൂടെ കുറച്ച് ദൂരം വന്നു. ഇവർക്ക് നല്ല പേടിയായിരുന്നു സൂസിയെ. പക്ഷേ ചോലേപ്പാടത്ത് നിന്നിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, കാരണം അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സ്നേഹയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ചീനിയൊക്കെയാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്പാടിയായിട്ട് ചീട്ട് കളിച്ചു. അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൻ പഠിപ്പിച്ചൊക്കെ തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് റൂമിലോട്ട് വന്ന് ഞങ്ങൾ കുറച്ച് മിറർ സെൽഫീസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി ഗായ്സ്. ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.